മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കമന്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചതാണ്, ജീവിതത്തിൽ എന്ത് ജോലിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന്. ചോദ്യം ആദ്യം അത്ര വലിയ പ്രാധാന്യമുള്ളതായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് ആ ഒരു ചോദ്യമെന്ന് തോന്നി. കാരണം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ സാമ്പത്തികമായിട്ട് വിജയിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അയാളുടെ ജോലിയായിരിക്കും, അല്ലെ? അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കാൻ ഞാൻ ഏത് ജോലി തിരഞ്ഞെടുക്കണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ പല ആളുകളെ സംബന്ധിച്ചും അവനവന്റെ ജീവിതത്തെ വിജയിപ്പിക്കാൻ സാധിക്കുന്ന നല്ല ഒരു ജോലി കണ്ടെത്താൻ പലപ്പോഴും ഭൂരിഭാഗം ആളുകൾക്കും സാധിച്ചിട്ടില്ല, സാധിക്കാറില്ല. പക്ഷെ ഇതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഈ ചോദ്യം എപ്പോഴാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്ന്. ജീവിതത്തിന്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല ഞാൻ എന്ത് ജോലിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന്. അത് സത്യത്തിൽ കുട്ടിക്കാലം മുതലേ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. എന്നാൽ നമ്മളെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ലഭിച്ചിരുന്നില്ല. കാരണം നമ്മുടെ അച്ഛനമ്മമാരൊന്നും നമുക്ക് ഏത് ജോലിയാണ് കണ്ടെത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അഡ്വൈസ് ഒന്നും തന്നിട്ടില്ല എന്നുള്ളതാണ്. അവര് പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പഠിക്കുക പഠിക്കുക പഠിക്കുക, എന്നിട്ട് നല്ല മാർക്ക് നേടുക, എന്നിട്ട് എന്തെങ്കിലും ഒരു ജോലി നേടുക, സ്വന്തം കാലിൽ നിൽക്കുക. ഇത് മാത്രമാണ് പഴയ ആളുകള്, പഴയ അച്ഛനമ്മമാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും സമയാസമയത്തിന് കൃത്യമായി ഒരിടത്തും എത്താതെ പോയതും. കുട്ടിക്കാലം മുതലേ നമ്മൾ ആരായി തീരണം എന്ന ഒരു ചിന്ത കുട്ടികൾക്കുണ്ടാവണം. അതെങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അവനവന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അഭിരുചിയും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണ് ഒരാൾ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടേണ്ടത്. അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന കുട്ടികളും ആളുകളും വളരെ കുറവാണ്. അങ്ങനെ എത്തിപ്പെട്ട ആളുകളൊക്കെ ജീവിതത്തിൽ സക്സസ് ആവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. എന്നാൽ പലപ്പോഴും ഇങ്ങനെ അവനവന്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അഭിരുചികൾക്കും അനുസരിച്ച് കുട്ടികളെ സ്വതന്ത്രമായി പറഞ്ഞയക്കുവാൻ ഒരച്ഛനമ്മമാരും തയ്യാറാവാറില്ല. അതിന്റെ യഥാർത്ഥ കാരണം അവരുടെ ഇഷ്ടങ്ങളിലേക്ക് അവരെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അവരൊന്നും ആകാതെ പോകുമോ എന്ന ഒരു പേടിയാണ്, ഉത്ഭയമാണ് അതിന്റെ കാരണം. ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിന്റെ ഫിലോസഫിയെക്കുറിച്ചും ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചും ധാരണ കൃത്യമായിട്ടില്ല. അതുകൊണ്ടാണ് പല അച്ഛനമ്മമാരും അങ്ങനെ ചിന്തിക്കുന്നത്. അക്കാദമിക്കലായിട്ട് നല്ല മാർക്ക് നേടി, റാങ്ക് നേടി, ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ കൈക്കലാക്കി ഏതെങ്കിലും ഒരു കമ്പനിയിൽ, സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്യണം, എന്നാലേ നിനക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു കാലത്തിൽ നിന്ന് നമ്മൾ ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരാൾ അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള അഭിരുചികൾക്കനുസരിച്ചിട്ടുള്ള ഒരു ജോലി കണ്ടെത്തുമ്പോഴാണ് അയാൾക്കത് ഏറ്റവും നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്നതും ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്നതും. അപ്പോഴല്ലേ അയാൾ അതിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും തന്റെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതിനോടൊരു ഇഷ്ടമുണ്ടാകണം, താല്പര്യം ഉണ്ടാകണം. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ എത്ര ആളുകൾക്ക് അങ്ങനെ ലഭിക്കുന്നുണ്ട്, അങ്ങനെയൊരു ഭാഗ്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ചില കഴിവുകളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? കഴിവുകളാൽ സമ്പന്നമാണ് ഓരോ മനുഷ്യനും, ഓരോ കുട്ടികളും അങ്ങനെ തന്നെയാണ്. ആ കഴിവുകളെ തിരിച്ചറിഞ്ഞിട്ടാണ് അവരെ വളർത്തേണ്ടതും ആ മേഖലയിലേക്ക് അവരെ പറഞ്ഞയക്കേണ്ടതും. അല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ സ്വപ്നങ്ങളോ നമ്മുടെ തീരുമാനങ്ങളോ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് കുട്ടികൾ ഒന്നുമാകാതെ പോകുന്നത് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. എന്നാൽ ഇപ്പോ ഈ സമയത്ത് നമ്മുടെയൊക്കെ ഈ പ്രായത്തിൽ ഇനി എന്ത് ജോലിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. നമുക്ക് പ്രതീക്ഷ നൽകുന്ന, നമുക്ക് ആത്മവിശ്വാസമുള്ള ഏത് മേഖലയാണോ നമ്മുടെ മനസ്സിലുള്ളത് അതിലേക്ക് ഇറങ്ങുക. അത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി. അതിലപ്പുറം പോയ കാലത്തിലേക്ക് നമുക്ക് തിരികെ പോകാനോ ജീവിതത്തെ ഒന്ന് തിരുത്തിയെടുത്താനോ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ പറ്റുന്ന, പ്രതീക്ഷയോടെ ഇറങ്ങാൻ പറ്റുന്ന ഏത് മേഖലയാണോ നമുക്ക് നമ്മുടെ മനസ്സിലുള്ളത് അതിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് ഒരാൾക്ക് വളരാൻ സാധിക്കണമെങ്കിൽ, ജീവിതത്തിന്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം സാമ്പത്തികമായിട്ട് വളരാൻ സാധിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളേ അതിനുള്ളൂ. ഒന്ന്, നിലവിലുള്ള ജോലി നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. എന്നിട്ട് സാമ്പത്തികമായി കുറെ കൂടി വരുമാനം കിട്ടുന്ന മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ മാറുക. അത് സ്വന്തമായിട്ടാവാം, മറ്റു തരത്തിലാവാം.
അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ മറ്റൊരു വരുമാന സ്രോതസ് കണ്ടെത്തുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം സാമ്പത്തികമായി വളരാനായിട്ട് മാർഗമുള്ളൂ എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം നമുക്ക് നമ്മുടെ പിന്നിൽ വളർന്നു വരുന്ന ഒരു തലമുറയുണ്ട്, നമ്മുടെ മക്കളുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ കാര്യത്തിൽ നമ്മൾ പിടിവാശി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അക്കാദമിക്കലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ ആ വഴിക്ക് തന്നെ വിടുക. നന്നായി പഠിച്ച് മാർക്ക് നേടി, റാങ്ക് നേടി, സർട്ടിഫിക്കറ്റ് ഒക്കെ നേടി അവർ മികച്ച ഒരു പൊസിഷനിൽ, ഒരു സ്ഥാപനത്തിൽ അവർ ജോലി ചെയ്യട്ടെ. അതിലപ്പുറം എല്ലാ കുട്ടികളെയും ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് നീ പഠിക്കുക 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവരൊന്നും ആകാതെ പോകുന്ന കുട്ടികളായിട്ട് മാറും. അവരുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിരുചികൾ, താല്പര്യങ്ങൾ, സ്വപ്നങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി കുട്ടികളെ അവരുടെ വഴിക്ക് സ്വതന്ത്രമായി നിങ്ങൾ വിടുക. അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ നമ്മൾ പകർന്നു കൊടുക്കുക. അവർക്ക് തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് തിരുത്താൻ നമ്മൾ ഒപ്പം കൂടുക. അവർ അത്ഭുതങ്ങളാവും, വലിയ വിജയങ്ങളുടെ ഭാഗമാകും. ജീവിതത്തിൽ സന്തോഷത്തോടെ അവരൊക്കെ ജീവിക്കും എന്നതാണ്. ഈ ജീവിതമെന്ന ഈ കുഞ്ഞു യാത്ര മനോഹരമാക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് അർത്ഥപൂർണമാക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. അതല്ലാതെ നമ്മളിങ്ങനെ പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി നേടി ഇങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോവുക എന്നത് ആവരുത് നമ്മുടെ ലക്ഷ്യമായി മാറേണ്ടത്. നമ്മുടെയൊക്കെ പ്രശ്നം അതാണ്. എന്തെങ്കിലും ഒരു ജോലി നേടുക, എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കുക. സ്വന്തം കാലിലൊക്കെ നിൽക്കും, പക്ഷെ ഒരുപാട് പ്രാരാബ്ധങ്ങളും ബാധ്യതകളും കഷ്ടപ്പാടുകളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ടാവുക. അതിലപ്പുറം സ്വന്തം കാലിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നമുക്ക് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് നമുക്ക് മാറാനാവണം. അതിന് ഇനി നമുക്ക് ചെയ്യാനുള്ളത് പുതിയ തലമുറക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരെ ആ മേഖലയിലേക്ക് മെല്ലെ മെല്ലെ നമ്മൾ ചെറുപ്പകാലം തൊട്ട് തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെയൊക്കെ ജീവിതം അവർക്ക് അടയാളപ്പെടുത്താൻ പറ്റും. അതുകൊണ്ട് ജോലി തിരഞ്ഞെടുക്കുമ്പോൾ അത് അവനവന്റെ ഇഷ്ടങ്ങളുടേതാവണം, ആഗ്രഹങ്ങളുടേതാകണം, അഭിരുചിക്കനുസരിച്ചിട്ടുള്ളതാവണം, മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങളുടേതാവണം. അപ്പോഴാണ് അയാൾ യഥാർത്ഥ വിജയം നേടുന്നത്. സാമ്പത്തികമായി വളരാൻ അയാളെ സഹായിക്കുന്നത് അയാൾ ഇഷ്ടപ്പെട്ട മേഖലയിലൂടെ ജോലി ചെയ്യുമ്പോൾ മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ മുന്നോട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക. ഓർക്കുക, ജോലി എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളുടെയും വിജയങ്ങളുടെയും അടിസ്ഥാനമായി മാറുന്നത്. അതുകൊണ്ട് മികച്ച ഒരു ജോലി സ്വന്തമാക്കുക. ഇതോടൊപ്പം പറയാനുള്ളത്, ഈ PSC എക്സാമിനൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ജീവിതത്തിന്റെ ഒരു വലിയ സമയമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ മറന്നു പോകരുത്. പരീക്ഷ എഴുതിയിട്ട് നിങ്ങളൊരു ജോലി നേടുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് ഈ ലാസ്റ്റ് ഗ്രേഡ് ജോലിക്കെന്ന് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിതത്തിന് ഇത്രയും വലിയ സമയവും ഇത്രയും വലിയ എഫേർട്ടും എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം നിങ്ങളുടെ ഇഷ്ടങ്ങളിലൂടെയും നിങ്ങളുടെ ആഗ്രഹങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ 10-30 വർഷം കൊണ്ട് ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ ഉണ്ടാക്കുന്ന സമ്പാദ്യം അല്ലെങ്കിൽ നേടുന്ന പണം അതിന്റെ 100 ഇരട്ടി ചെറിയൊരു കാലയളവിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാതെ ഒരു ഗവൺമെന്റ് ജോലി നേടുക എന്നൊരു സ്റ്റാറ്റസിന്റെ പിൻബലത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ടാകും. അതിലപ്പുറം ജീവിതം ആസ്വദിക്കുവാനോ ആഘോഷിക്കുവാനോ ഒന്നും അത് സഹായിക്കുകയില്ല. അതിലപ്പുറം ഗവൺമെന്റ് ജോലി നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉയർന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാവണം. അല്ലാതെ ഈ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ഇത്രയധികം എഫേർട്ട് എടുക്കേണ്ടതില്ല. ഒരുപാട് ആളുകളെ അങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ആ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ആരെയും നിരുത്സാഹപ്പെടുത്തുകയല്ല, ജീവിതത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുക. എന്താണ് ജീവിതം എന്ന് തിരിച്ചറിയുക. ആരെയും ബോധ്യപ്പെടുത്താനോ സ്റ്റാറ്റസ് കാണിക്കാനുള്ളതല്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ജീവിതത്തിൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. സാമ്പത്തികമായി എത്രത്തോളം വളരാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യം മാത്രം വെച്ചിട്ട് നിങ്ങൾ PSC പഠിക്കരുത്. PSC എഴുതുന്നുണ്ടെങ്കിൽ അത് ഉയർന്ന ഒരു പൊസിഷനിൽ ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എഴുതുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുക. അതിലൂടെ വലിയ വിജയങ്ങൾ നേടുക, വലിയ ഉയരങ്ങൾ നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റുമെന്ന ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ഒരു വീഡിയോ. തീർച്ചയായിട്ടും എല്ലാ അച്ഛനമ്മമാരോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടല്ല അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചിട്ട് പറഞ്ഞു വിടുക. അവരൊക്കെ ജീവിതത്തിൽ വലിയ രീതിയിൽ അടയാളപ്പെടും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.